ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാമോളം ഉണ്ട്. 1 കിലോയ്ക്ക് മേലെയുണ്ട് ബീഫ്. മാംസളമായ കഷ്ണങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത മാംസമുള്ള കഷ്ണം മാത്രം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ അളവിൽ കുരുമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി. ഇതിൽ ഈ ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് മാറ്റി വയ്ക്കാം. അത് സ്ലൈസായിട്ട് മുറിച്ചിടേണ്ടതാണ്. ബാക്കിയെല്ലാം നമുക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പെരുംജീരകവും കരിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ചമ്മന്തി അരക്കില്ലേ, അതുപോലെ അരച്ചെടുക്കാം. കണ്ടോ, നല്ല പോലെ അരച്ചെടുത്തു. ഇനി ഇത് നമുക്ക് ബീഫിൽ ചേർത്തിട്ട് അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കേണ്ടത്. നമുക്കൊരു കുക്കർ വയ്ക്കാം. അതിലേക്ക് നമ്മളിവിടെ നല്ല പോലെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി ഊറ്റി വെച്ചേക്കാണ് കേട്ടോ. ആ ബീഫ് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഇറച്ചി കഴുകുമ്പോൾ കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് കഴുകുകയാണെങ്കിൽ അതിലെ ചോരയുടെ അംശമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഊറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പെരുംജീരകവും എല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇറച്ചി മസാലപ്പൊടി 1 ടീസ്പൂൺ അളവിൽ, ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ അളവിൽ. നമ്മളിവിടെ ബീഫിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കാൻ നേരത്ത് ഒഴിച്ച ആ വെള്ളം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അംശമായിട്ട് കിട്ടുന്നത്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് എല്ലാം കൂടി ചേർത്ത് നമ്മളിട്ടിരിക്കുന്ന മസാലപ്പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 6 എയർ വരുന്നത് വരെ ബീഫ് വേവിച്ചെടുക്കാം. പതിവ് പോലെ തന്നെ ആദ്യത്തെ എയറിന് ശേഷം നമുക്ക് തീ കുറച്ചിട്ട് വേണം വേവിക്കാൻ കേട്ടോ. എങ്കിലാണ് വെന്ത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 6-7 എയർ കേട്ടു. അതിനുശേഷം ഞാൻ തുറന്നു നോക്കി. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൽ വെച്ച് തന്നെ അതിൻ്റെ ബാക്കിയുള്ള അവിടെ നിൽക്കുന്ന വെള്ളത്തിൻ്റെ അംശം ഒന്ന് ശരിക്കും വറ്റിച്ചെടുത്ത് ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്ന രീതിയിൽ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള വലിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വലിയ കഷ്ണമായിട്ട് മുറിക്കണം. വളരെ നേരിയതായിട്ട് മുറിച്ച് കളയരുത്. ഈ ബീഫിലേക്ക് നമുക്കിവിടെ വെന്ത് കിട്ടിയ ബീഫിലേക്ക് ഈ ഒരു സവാള ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി ചേർക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കരിവേപ്പില മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ക്രഷ്ഡ് കുരുമുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എരിവിൻ്റെ അളവ് നോക്കിയിട്ട് മതി. ഇതിൽ കൂടുതൽ കുരുമുളകിൻ്റെ സ്വാദും എരിവുമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുരുമുളകിൻ്റെ എരിവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ക്രഷ്ഡ് കുരുമുളക് നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ നേരത്തെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചതും 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പ് ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് മാറ്റിയല്ലോ. ആ ഇഞ്ചിയാണ് ഇതുപോലെ സ്ലൈസായിട്ട് നമ്മൾ മുറിച്ചെടുത്തത്. അതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്നുകൂടെ വഴറ്റുക. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചൊന്ന് മസാല ഇതിൽ ചേർന്ന് പിടിച്ചേക്കണത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ വറ്റി വരുന്നത് വരെ നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കണം. ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും മസാല അതിലേക്ക് ചേർന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു കടായിലേക്ക് മാറ്റേണ്ടതുണ്ട്. ചീനച്ചട്ടിയോ കടായിയോ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് മാറ്റാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് മാറ്റി ഒന്നുകൂടെ നമുക്ക് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ തവിയെടുക്കാതെ നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. കണ്ടോ, വളരെ നല്ല ടേസ്റ്റിയായ
ഒരു ഒലത്താണിത്, ഡീപ്പ് ഫ്രൈ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാറ് കറിയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പരിപ്പ് കറിയോ അല്ലെങ്കിൽ മോര് കാച്ചിയതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതുപോലെ ബീഫ് ഡീപ്പ് ഫ്രൈ ആയിട്ട്, ബീഫ് ഒലത്ത് ഒക്കെ എന്ത് വേണമെങ്കിലും അതിന് പറയാം കേട്ടോ. നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചാറുകറിയുടെ കൂടെ തന്നെ ഒരു നോൺ വെജിൻ്റെ സൈഡ് ഡിഷും ആയി. അപ്പോൾ അത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഇതുപോലെ നല്ല ഡിഷസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.